ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ്. ഇന്ന് ഏകദേശം 60-80% ഇന്ത്യക്കാരെ നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അതായത് ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും കുറവ്. അപ്പോൾ ആദ്യം എന്താണ് ഈ വൈറ്റമിൻ ഡി എന്ന് നോക്കാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ ആണ്. അതായത് കൊഴുപ്പിൽ അലിഞ്ഞു ചേരുന്ന ഒരു വൈറ്റമിൻ. നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം എബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. എല്ല് അത് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് കൂടി വേണം? വൈറ്റമിൻ ഡി കൂടി വേണം. ഇനി എന്തൊക്കെയാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് കാരണങ്ങൾ? ഒന്നാമത്തത്, നമ്മൾ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരിക്കുന്ന ഒരു കണ്ടീഷനിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകും. പിന്നെ ഡാർക്ക് സ്കിൻ ടോൺ, അതായത് നമ്മുടെ സ്കിന്നിലെ മെലാനിൻ കണ്ടന്റ് ഒരു പരിധിവരെ വൈറ്റമിൻ ഡിയുടെ അളവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോഷകാഹാരക്കുറവ്, വൈറ്റമിൻ ഡി അടങ്ങുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാം. പിന്നെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണപ്പെടുന്നുണ്ട്. അമിതമായ വണ്ണമുള്ള ആളുകളിലും കിഡ്നി അല്ലെങ്കിൽ ലിവർ സംബന്ധമായ രോഗങ്ങൾ ഉള്ള ആളുകളിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പൊതുവായി കാണുന്നുണ്ട്.